ഹലോ പ്രിയപ്പെട്ടവരെ, ദളപതിയെ കടത്തി വെട്ടിയോ എമ്പുരാൻ? മാർച്ച് 27 റിലീസായ എമ്പുരാൻ എന്ന മോഹൻലാൽ സിനിമ നിരവധി റെക്കോർഡുകൾ ഇതിനകം മറികടന്നെങ്കിലും തിരക്കഥയിലെ ചില പോരായ്മകൾ കൊണ്ടും രാഷ്ട്രീയപരമായ ചില സീനുകൾ ചിത്രത്തിലുള്ളതും എല്ലാം സിനിമയെ വളരെ വലിയ തോതിൽ ചർച്ചകളിലേക്ക് വലിച്ചിട്ടെങ്കിലും ഇപ്പോൾ ചിത്രം മൈലേജ് വീണ്ടെടുത്ത് കുതിക്കുന്നുണ്ട്. പക്ഷേ നാം എല്ലാം ഒരു കാര്യം ഓർക്കണം, പൊതുവെ എല്ലാത്തരം ഓഡിയൻസിനെയും ഒരു സിനിമയ്ക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുപോലെ നാം എല്ലാം മനുഷ്യരാണ്, എല്ലാവരെയും ഒന്നായി കാണുക. അതുപോലെ തന്നെ സിനിമയെ ഒരു കലാവിഷ്കാരമായും കാണുക. എമ്പുരാൻ എന്ന സിനിമയിലേക്ക് വന്നാൽ ചിത്രം രണ്ടാമത്തെ ഡേ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയത് 7 കോടിയോളം രൂപയാണ്. കേരളത്തിൽ നിന്നും മാത്രം 14 കോടിയോളം രൂപയാണ് ആദ്യ ദിനം നേടിയത്. ഓവർസീസായി നേടിയത് 43.93 കോടിയോളം രൂപയാണ്. കൂടാതെ ചിത്രം ഇപ്പോൾ 100 കോടി ക്ലബിൽ എത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. മുമ്പ് കേരളത്തിൽ വലിയ തുക വാരിയ വിജയ് ചിത്രമായ ലിയോ സെക്കൻഡ് ഡേ അഡ്വാൻസ് കളക്ഷൻ 5.85 കോടിയോളം രൂപയായിരുന്നു. ഈ റെക്കോർഡാണ് എമ്പുരാൻ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. കൂടാതെ എമ്പുരാൻ ചിത്രം ഇറങ്ങിയ ദിവസം 516ഓളം ലേറ്റ് ഷോകളും ബുക്ക് മൈ ഷോ വഴി വിറ്റുപോയത് 3.5 ലക്ഷത്തോളം ടിക്കറ്റുകളുമാണ്. പക്ഷേ ആളുകളുടെ മിക്സഡ് റിവ്യൂസ് ചിത്രത്തെ ചെറിയ തോതിൽ ബാധിക്കുന്നുമുണ്ട്. ചിത്രം ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ IMDb റേറ്റിംഗായി നൽകിയത് 6.7 ആയിരുന്നു. ഇപ്പോഴും ചിത്രത്തിൻ്റെ ഷോകൾ മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ മോഹൻലാലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് മോഹൻലാൽ സാറിനെ ഒരുപാട് ഇഷ്ടമാണ്. എമ്പുരാൻ ഒരു മികച്ച സിനിമയാണ്. എല്ലാവരും ചിത്രം തിയേറ്ററിൽ പോയി കാണുക. കൂടാതെ സിനിമയ്ക്കെൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇങ്ങനെയായിരുന്നു സൽമാൻ ഖാൻ്റെ വാക്കുകൾ. എന്തായാലും രാഷ്ട്രീയക്കാരും ന്യൂസുകാരും സിനിമയെ വലിയ തോതിലാണ് ചർച്ചയ്ക്കിരുത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചിത്രത്തെ ഇകഴ്ത്തിയും പുകഴ്ത്തിയുമുള്ള കമൻറ്റുകളായിരുന്നു എല്ലായിടത്തും നിറഞ്ഞത്. പക്ഷേ അതിലൊന്നും വീഴാതെ ചിത്രം മുന്നോട്ട് മെല്ലെ മെല്ലെ നീങ്ങുന്നുമുണ്ട്. ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.